വൈൽഡ് ലവ്. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. ഇച്ച യേശുവിൻ്റെ മാറിൽ കണ്ണുകളടച്ച് കിടക്കുന്നവൻ്റെ തലമുടിയിൽ പതിയെ തഴുകിക്കൊണ്ട് യേശു വിളിച്ചു. ഒന്നും മൂളിയതല്ലാതെ അവൻ കിടന്ന കിടപ്പിൽ നിന്ന് അനങ്ങിയില്ല. വിഷമിക്കണ്ട, നമ്മുടെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. യേശുവിൻ്റെ തലമുടിയിൽ തലോടിക്കൊണ്ട് പതിയെ പറഞ്ഞു. രുദ്രനൊന്നും മിണ്ടിയില്ല. അവൻ്റെ സങ്കടം അതായിരുന്നില്ല. അവൻ്റെ കണ്ണിൻ്റെ മുന്നിൽ നിന്നല്ലേ അവൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നത്. അവൻ നോക്കി നിൽക്കെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. അന്ന് ഏതെങ്കിലും രീതിയിൽ ആ സ്ത്രീയെ തടുക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇന്നിങ്ങനെ നീറേണ്ടി വരില്ലായിരുന്നു. ഇച്ച അവൻ്റെ അനക്കമൊന്നുമില്ലെന്ന് കണ്ടും യേശു വീണ്ടും വിളിച്ചു. രുദ്രൻ അവളുടെ ശരീരത്തിൽ നിന്ന് മടന്നു മാറിയ ശേഷം മുഖമുയർത്തി അവളുടെ മുഖത്തിന് നേരെ നിന്നു. നമുക്കിനി ഒന്നിനെ തരുന്നതോ തരാത്തതോ അതൊക്കെ ഇനി ഈശ്വരൻ്റെ തീരുമാനം. പക്ഷേ ഇപ്പം ഈ വയറ്റിലുള്ള ജീവനൊന്നും പറ്റില്ല. അത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ്, രുദ്രൻ ഉറപ്പോടെ പറഞ്ഞു. ആകെയുള്ള ജീവൻ അവളിൽ നിന്നും പകർത്തെടുത്തുകൊണ്ട് ഒരു വലിയ സങ്കടത്തിലേക്ക് അവൾ അവളുടെ കർത്താവ് തള്ളിയിടില്ലെന്ന് അവൻ ഉറപ്പിച്ചിരുന്നു. നമ്മുടെ കുഞ്ഞ് നമുക്ക് നഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ഇനി ചിന്തിക്കേ വേണ്ട. 1 തന്നാലും 9 തന്നാലും നമ്മൾ ഹാപ്പി. രുദ്രൻ ചിരിയോടെ പറയുമ്പോൾ യേശുവും ചിരിച്ചു. അതെ, കുഴപ്പമൊന്നുമില്ലെന്ന് തന്നെ ഡോക്ടർ പറഞ്ഞത്. അവസാന മാസത്തേക്ക് ആകുമ്പോഴാണ് പ്രശ്നം. ആവട്ടെ, അപ്പോഴല്ലേ, അതുപോലെ വരട്ടെ. എന്നാൽ നമുക്കിനി ഫുഡ് കഴിച്ചാലോ? രുദ്രൻ ചോദിച്ചതും യേശുവിൻ്റെ കണ്ണുകൾ ചുമരിലെ ക്ലോക്കിലേക്ക് പോയി. സമയം 1 മണി. അത്രയൊക്കെ ആയോ? പതിയെ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി മുഖം കഴുകുവന്ന ശേഷം രുദ്രൻ്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് പുറത്തേക്ക് പോയി. എല്ലാവരും കഴിച്ചോ? അവിടെയും ഇവിടെയുമായിരിക്കുന്ന എല്ലാവരെയും നോക്കി രുദ്രൻ ഗൗരവത്തിൽ ചോദിച്ചതും എല്ലാവരും അവരിലേക്ക് ശ്രദ്ധ കൊടുത്തു. 2 പേരുടെയും മുഖത്ത് യാതൊരു സങ്കടവും ഇല്ല, നിറഞ്ഞൊരു ചിരിയുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും പകുതി സമാധാനമായി. അല്ലെങ്കിലും വിഷമിപ്പിക്കാൻ തരത്തിലുള്ള കാര്യമാണ് നടന്നതെങ്കിലും അതിനെക്കുറിച്ച് പിന്നെ അവിടെ ആരും സംസാരിക്കില്ല. സംസാരിച്ചാലും അതിനെ ഹാൻഡിൽ ചെയ്യാൻ മറ്റുള്ളവർക്ക് അറിയുകയും ചെയ്യാം. ഇല്ല, ആരും കഴിച്ചിട്ടില്ല. ഇന്ന് എല്ലാവരും ഒപ്പുള്ളതല്ലേ, ഒപ്പയിരിക്കാന്ന് കരുതി. മോഹൻ മുന്നിൽ ലാപ്പ് ഓഫാക്കിക്കൊണ്ട് സെറ്റ് ചെയ്യുന്ന എഴുന്നേറ്റു. അങ്ങനെ തന്നെ ഓരോരുത്തരും എഴുന്നേറ്റു. എല്ലാവരും കഴിക്കാനിരുന്നു. കണ്ണൻ്റെയും രുദ്രൻ്റെയും നടുക്കാണ് യേശുയിരുന്നത്. ആർക്കാ നീ കണ്ടതൊക്കെ വിളമ്പിയിടുന്നത്? യേശു വേണ്ടെന്ന് പറഞ്ഞിട്ട് നിർത്താതെ ഓരോന്നവളുടെ പാദത്തിലേക്ക് ഇട്ടുകൊണ്ടിരുന്ന കണ്ണൻ്റെ കയ്യിൽ ദേവി ഏത്തി വലിഞ്ഞുകൊണ്ട് അമർത്തിയൊന്ന് തല്ലി. ആ എന്താമേ, ഇതുവരെ ഉള്ളു പോലെയാണ്. ഇനി 2 ആൾക്കുള്ള ഭക്ഷണം കഴിക്കേണ്ടേ? കണ്ണൻ ദേവി അടിച്ച കയ്യിൽ പതിയെ തടവിക്കൊണ്ട് പറഞ്ഞതും യേശു ഒന്ന് ചിരിച്ചു. ഒപ്പം അവളുടെ പ്ലേറ്റിലേക്ക് വിളമ്പിയെ കുറച്ച് രുദ്രൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുത്തു. എന്നാര് പറഞ്ഞു? നീയാണ് ഡോക്ടർ? ആണോ? അവൾക്ക് വേണ്ടത് അവൾ വിളമ്പി എടുത്തോളും, നീ അത് നോക്കേണ്ട. എന്താമ്മേ, ഒരു നല്ല കാര്യം ചെയ്യാൻ സമ്മതിക്കില്ലേ? ഇഷ്ടം കൊണ്ടല്ലേ അല്ലേ? ദേവി കാലിപ്പെട്ടതും കണ്ണൻ സയാഡായി. അവൻ അവസാനത്തെ അല്ലേ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ ചിരിയോടെ തലയാട്ടി. ഇഷ്ടം കൊണ്ടായിക്കോ, അതിലൊന്നും യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെയുള്ള സ്നേഹിക്കലൊന്നും വേണ്ട. അതെന്താ, ഭക്ഷണം കഴിപ്പിക്കാൻ പാടില്ലേ? ഭക്ഷണമൊക്കെ കഴിപ്പിക്കാം, പക്ഷേ ഗർഭിണിയാണെന്നും പറഞ്ഞുകൊണ്ട് ഒറ്റലിപ്പിൽ 2 പേർക്കുള്ളൊന്നും കഴിക്കാൻ പാടില്ല. കുറേശ്ശെ പാടുള്ളൂ. അതാണ് കുഞ്ഞിന് നമുക്ക് നല്ലത്. ദേവി ചിരിയോടെ പറഞ്ഞു നിർത്തി. കണ്ണൻ ശ്രദ്ധയോടെ തലകുലുക്കി. ഇത് ആദ്യമേ പറഞ്ഞാൽ പോരെ, അതിനെന്തിനാ എത്ര ബിൽഡപ്പ് ഇടുന്നത്? ബാക്കിയുള്ളവർ ആദ്യമായിട്ടല്ലേ ചെറിയച്ഛനാവുന്നത്? ഓ, ചെറിയച്ഛൻ. കണ്ണൻ പറഞ്ഞു നിർത്തിയത് മോഹനും റോണിയും കൂടെ അവനെ കളിയാക്കി. ചെറിയച്ഛനെന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ ആളെപ്പോലെ. എന്താണ് ചെറിയച്ഛനൊരു കുഴപ്പം? നിങ്ങളൊക്കെ ചെറിയച്ഛന്മാരാണ്, പിന്നെ എന്തിനാ ഈ പുച്ഛം? അച്ഛൻ കളിയാക്കണ്ട, അച്ഛനൊരു മുത്തശ്ശനാണ്. ഇനി മുതൽ ഈ അലസം നിറഞ്ഞ സ്വഭാവമൊക്കെ മാറ്റി ഉത്തരവാദിത്തോടെ പെരുമാറാൻ നോക്ക്. ഒറ്റൊരെണ്ണത്തിനൊരു കുന്തോ അറിയില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യാ? എല്ലാം പറഞ്ഞു കൊടുക്കാനും ചെയ്തു കൊടുക്കാനും നാം തന്നെ വേണമല്ലോ. കഷ്ടം. അതും പറഞ്ഞുകൊണ്ട് കണ്ണൻ വേഗം പ്ലേറ്റ് എടുത്ത് ടേബിളിൽ നിന്നും എഴുന്നേറ്റു. നീയായിട്ട് എഴുന്നേറ്റ് പോയത് നന്നായി, അല്ലെങ്കിൽ നിന്നെ ഇപ്പോൾ ഇവിടുന്ന് വലിച്ച് പുറത്തേക്ക് ഇട്ടിരുന്നു. അടുക്കളയിലേക്ക് ഓടുന്ന കണ്ണനെ നോക്കി റോണ പിന്നീന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ചിരിച്ചും കളിച്ചും ആ സമയവും അങ്ങനെ കടന്നുപോയി. ഈച്ചാ. രാത്രി ബാൽക്കണിയിൽ രുദ്രന്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് യേശു പതിയൊന്ന് വിളിച്ചു. അതിന് രുദ്രൻ അവളുടെ നെറ്റിയിൽ മുത്തിക്കൊണ്ടൊന്ന് മൂളി. ഡോക്ടറോട് വിളിച്ച് ചോദിച്ചോ? എന്ത്? രുദ്രന്റെ നഗ്നമായ നെഞ്ചിൽ വിരലുകൾ കൊണ്ട് ചിത്രം വരച്ചുകൊണ്ട് ഒരു പാൽപുഞ്ചിരിയുടെ പതിയെ അവൾ ചോദിച്ചു. രുദ്രന് മനസ്സിലാവാതെ അവളെ മുഖം താഴ്ത്തി നോക്കി. ഈശോ ഒന്നും വേണ്ടിയില്ല. പറയിഷ, എന്ത് ചോദിച്ചോ? രുദ്രൻ അവളുടെ താടിയിൽ പിടിച്ചു ഉയർത്തിക്കൊണ്ട് ഒന്നുകൂടെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. അത് നമ്മൾ തമ്മിൽ അങ്ങനെയൊക്കെ പാടുണ്ടോന്ന്?
ഈശോന്റെ മുഖത്തേക്ക് നോക്കാതെ മറ്റെങ്ങോട്ടോ നോക്കി ചോദിച്ചു. രുദ്രന്റെ ചുണ്ടിലൊരു ചിരി വിടുന്നു. അല്ലെങ്കിൽ പെണ്ണ് ഇങ്ങനെയാണ്, പറ്റാത്ത പല സാഹചര്യം വന്നാൽ അവൾക്ക് പലതും വേണം, അല്ലെങ്കിൽ ചോദിച്ചു വരില്ല. വിളിച്ചിട്ടൊന്നുമില്ല, വേണമെങ്കിൽ വിളിക്കാം. വേണം? രുദ്രൻ അവളുടെ ചുണ്ടിലെ നാണത്തിൽ കലർന്ന ചിരിയിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഈശോ ഒന്നും പറയാതെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖമൊളിപ്പിച്ചു. രുദ്രൻ ചിരിയോട് അവളുടെ നെറുകയിലൊന്ന് ചുംബിച്ച ശേഷം ഫോൺ കയ്യിലെടുത്ത് ദേവിയുടെ ഫ്രണ്ടായ ഡോക്ടറിനെ വിളിച്ചു. ഹലോ ആൻറ്റി, ഉറങ്ങിയോ? ഏയ് ഇല്ല രുദ്ര, ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് കയറിയതേ ഉള്ളൂ. എന്താണ് ഈ നേരത്തെ ഒരു വിളി? ഈശോക്ക് വല്ല ബുദ്ധിമുട്ടും? അല്ലല്ല, ഞാനൊരു സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. ഈ സമയത്ത് ഈശയുടെ ബോഡി വെച്ച് ഒരു ഫിസിക്കൽ റിലേഷന് പറ്റുമെന്ന് ചോദിക്കാൻ മടിയൊന്നും അവന് തോന്നിയില്ല. പക്ഷേ ഡോക്ടർ ഒരു നിമിഷം ഒന്ന് സ്റ്റെക്കായി. 3 മാസം വരെ പാടില്ലെന്നാണ് ഡോക്ടേഴ്സ് പറയുക. ഈശോയ്ക്ക് ഇപ്പോൾ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല. ലാസ്റ്റ് സ്റ്റേജിലേക്കാണ് ഉണ്ടെങ്കിൽ ചെറിയൊരു പ്രോബ്ലംസ് കാണുന്നത്. ഡോക്ടർ ചോദിച്ചതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ഇതൊക്കെ അറിയാവുന്ന കാര്യമില്ലേ, ഇപ്പൊ വിഷയമായതല്ലോ. കുഴപ്പമില്ല, ആവാം. പക്ഷേ ഒരു കുഞ്ഞുള്ള ചിന്തയിൽ. ഓക്കെ ആൻറ്റി, താങ്ക് യു. വിളിച്ച് ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. പറയാൻ അവർക്ക് മടിയുണ്ടെന്ന് മനസ്സിലാക്കി രുദ്രൻ അങ്ങോട്ട് പറഞ്ഞു. തിരിച്ചവർ മറുപടി പറഞ്ഞതും രുദ്രൻ ഫോൺ വെച്ചു. ചോദിക്കുന്ന നമുക്കില്ല മടി, പറയുന്ന അവർക്ക് തന്നെ നാണമല്ലേ? രുദ്രൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് യേശുവിനെ കയ്യിൽ കോരിയെടുത്തു. യേശുവിൻ്റെ 2 കൈകളും അവൻ്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവനോട് ചേർന്ന് നെഞ്ചിൽ പതിഞ്ഞു കിടന്നു. അവൻ്റെ നെഞ്ചിൽ പതിഞ്ഞു കിടക്കുന്ന പെണ്ണിനെ രുദ്രൻ ശ്രദ്ധയോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബെഡിലേക്ക് കിടത്തി. യേശുവിനെ നോക്കിക്കൊണ്ട് തന്നെ രുദ്രൻ പതിയെ അവൻ്റെ ഡ്രസ്സുകൾ അടിച്ച് നിലത്തേക്കിട്ടു. അവനെ നോക്കാതെ ബെഡിൽ മലന്ന് കിടന്നുകൊണ്ട് ചുറ്റും നോക്കി കിടക്കുന്നവളുടെ കാലുകളിൽ പതിയെ പിടിച്ചുകൊണ്ട് അവളുടെ വസ്ത്രങ്ങൾ അടിച്ചു മാറ്റി. ലൈറ്റ് ഓഫ് ആക്കിച്ച പ്ലീസ്. പുതപ്പ് കൊണ്ട് അവളുടെ നഗ്നമായ ശരീരം പുതച്ചുകൊണ്ട് അവൾ നാണത്തോടെ പറഞ്ഞു. രുദ്രൻ ചിരിയോടെ ലൈറ്റ് ഓഫ് ആക്കിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് കിടന്നു. ഇപ്പോഴും നിന്റെ നാണം മാറിയില്ലേ ഷാ? അവളുടെ ശരീരത്തിലേക്ക് ചേർന്നുകൊണ്ട് അവൻ അവളുടെ ചെവിയിൽ ആർദ്രമായി ചോദിച്ചു. ഈശോ ഒന്നും വേണ്ടിയില്ല, ചിരിയോടെ കിടന്നു. രുദ്രൻ പതിയെ അവളുടെ വയറിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങിക്കിടന്നു. ആ നഗ്നമായ വയറിൽ തഴുകിയ ശേഷം അവളുടെ വയറിൽ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ചുംബിച്ചു. ഇത് ഇവനുള്ളതാ, ഇനിയെല്ലാം നിനക്കുള്ളതാ. വയറിൽ ചുംബിച്ച ശേഷം മുഖമുയർത്തി അവനെ ചിരിയോടെ നോക്കി കിടക്കുന്നവളെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. യേശുവിൻ്റെ ചുണ്ടിൽ മനോഹരമായ ചിരി വിടുന്നു. ഇഷാ. അവൻ്റെ കാത്തുന്ന കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് യേശു മൂളി. രുദ്രൻ അവളുടെ വയറിലേക്ക് ചായാതെ പതിയവളുടെ ചുണ്ടിലേക്ക് അവൻ്റെ ചുണ്ടിനെ മുട്ടിച്ചു. യേശുവിൻ്റെ കൈകൾ ബെഡ്ഷീറ്റിൽ മുറങ്ങുന്നതിനൊപ്പം അവളിൽ നിന്നും ഒരു കുറുകൽ പുറത്തേക്ക് വന്നു. എൻ്റെ കഴിഞ്ഞിട്ട് അവസരം തരാം. രുദ്രൻ ചിരിയോടെ പറയുമ്പോൾ യേശു ചിരിച്ചു. ഇപ്പോൾ ചെയ്യുന്നതൊക്കെ അവന് മാത്രമായി വിട്ടുകൊടുക്കണമെന്നാണ് അവൻ പറഞ്ഞെന്ന് മനസ്സിലായതും അവളൊന്ന് ചിരിച്ചു. രുദ്രൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. കുറച്ചു നേരം അവൻ്റെ ചുണ്ടുകൾ അവിടെ അമർത്തി വെച്ചു. പതിയെ വേർപ്പെടുത്തിക്കൊണ്ട് അവളുടെ മുഖം മൊത്തമായി അവൻ്റെ ചുണ്ടുകൾ അമർത്തിക്കൊണ്ടിരുന്നു. മുഖത്ത് ചുംബിക്കുമ്പോൾ അവൻ്റെ കൈകൾ അവളുടെ മാറിലായി പതിയെ അമർന്നു. ഇതുവരെ അവൻ ചുംബിച്ച പോലെയോ തഴുകിയ പോലെയോ ആയിരുന്നില്ല. അവൻ്റെ ഓരോ നിശ്വാസത്തിൽ പോലും വല്ലാത്ത മൃദുലത. യേശുവിൻ്റെ മുഖത്തിൽ നിന്ന് ചുണ്ടുകൾ മാറ്റിക്കൊണ്ട് അവളുടെ കഴുത്തിലേക്ക് അവൻ്റെ ചുണ്ടുകൾ ഇഴഞ്ഞു തുടങ്ങി. അവിടെ അമർത്തി ചുംബിച്ചതിനൊപ്പം തന്നെ നുണഞ്ഞു തുടങ്ങി, അല്പം പോലും വേദനിപ്പിക്കാത്ത തരത്തിൽ. ഓരോ തവണ അവളിൽ ഉയർന്നു താഴുമ്പോഴും അവളുടെ മുഖത്തിൻ്റെ ഓരോ ഭാഗത്തും അവൻ ചുംബിച്ചു കൊണ്ടിരുന്നു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും വെട്ടി വീഴ്ത്തിക്കൊണ്ട് രുദ്രൻ അവളിൽ താഴ്ന്നു വന്നു. പെട്ടെന്ന് ഓർമ്മ വന്ന പോലെ അവളിൽ തട്ടാതെ അവളുടെ അടുത്തേക്ക് കിടന്നു. മനസ്സിലെ എല്ലാ വലിയ ആശങ്കകളും ഈ സ്വകാര്യ നിമിഷങ്ങൾ അകത്തിക്കളയുമെന്ന കാര്യം അവൾക്ക് ആ നിമിഷം മനസ്സിലായി. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും രുദ്രൻ അവളുടെ മാറിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ സ്നേഹങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടി അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ ആഗ്രഹം പോലെ തന്നെയുള്ള ഒരു ഒത്തുചേരൽ ഒന്നാവൽ, സ്നേഹത്തോടെ പ്രണയത്തോടെ. പിന്നെയും നാളുകൾ കടന്നുപോയി. ആരോ ശരീരത്തെ വലിഞ്ഞു മുറുക്കുന്ന പോലെ തോന്നിയതും ഇഷ കണ്ണുകൾ വലിച്ചു തുറന്നു. വയലിൽ നിന്നും ഒരു വേദന അവളൊന്നിളക്കി. ഇഷ, ഒന്നുമില്ലടാ, നമ്മളിപ്പോൾ എത്തും. ഒരടഞ്ഞ ശബ്ദം. അതാരുടെ ശബ്ദമാണ്? ഇഷ എന്ന് വിളിക്കണമെങ്കിൽ, തന്നിങ്ങനെ മുറുകെ പിടിക്കണമെങ്കിൽ ഇഷു പതിയെ കണ്ണുകൾ കൊണ്ട് മുകളിലേക്ക് നോക്കി. ആ സമയം തന്നെ അവൻ്റെ കണ്ണിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ അവളുടെ നെറ്റിയിലും കവിളിലും വന്ന് പതിഞ്ഞു. കരഞ്ഞ് അവൻ്റെ ശബ്ദം അടഞ്ഞതാണ്. ഇഷ ഒന്നും മിണ്ടാതെ രുദ്രന്റെ നെഞ്ചിലേക്ക് കവിൾ വെച്ച് കിടന്നു. ആ ഹൃദയം അവളുടെ ചെവിയിൽ നിന്നും ഇടിക്കുന്നത് പോലെ ശക്തിയിൽ ശബ്ദത്തിൽ മിടിച്ചുകൊണ്ടിരുന്നു. കാലിൽ ആരോ തലോടുന്നത് പോലെ തോന്നിയതും ഇഷു പതിയെ അങ്ങോട്ടേക്ക് നോക്കി. ദേവിയാണ്. ഒരു കൈ കൊണ്ട് കണ്ണ് തുടക്കുന്നുണ്ട്, ഒരു കൈ കൊണ്ട് കാലിൽ തഴുകുന്നുണ്ട്. ഇടയ്ക്ക് എന്തൊക്കെയോ ചുണ്ടുകൾക്കിടയിൽ പറയുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നതാവും. യേശുവിൻ്റെ കണ്ണുകൾ മുന്നിലേക്ക് പോയി. കണ്ണനാണ് ഡ്രൈവ് ചെയ്യുന്നതെന്ന് കണ്ടതും അവളുടെ ചുണ്ടിലൊരു ചിരി വിടുന്നു.
ഇടത്തെ കൈ ഉയർത്തി കണ്ണുകളിൽ ഇടയ്ക്കിടയ്ക്ക് ഷോൾഡറിൽ തുടക്കുന്നവനെ കണ്ടതും ആ ചിരി ഒന്നുകൂടെ കൂടി. ഈ ജീവിതത്തിൽ രുദ്രൻ എന്ന ഭാഗ്യം കഴിഞ്ഞാൽ പിന്നെ അവനാവും തൻ്റെ ജീവിതത്തിലെ ഭാഗ്യം. ഇതുപോലൊരു അനിയൻ, അതൊരു ഭാഗ്യം തന്നെയാണ്. കഴിഞ്ഞു പോയ ഈ മാസങ്ങളിൽ ആ അനിയൻ്റെ കരുതൽ ആവോളം പറഞ്ഞു. അവൻ്റെ മാത്രമല്ല, ആ വീട്ടിൽ ഓരോരുത്തരുടെയും ഇഷ്ടവും പരിഗണനയും പറഞ്ഞു. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടത്തിലൂടെയായിരുന്നു താൻ ഇത്രയും നാൾ കടന്നുപോയത്. 3-4 മാസത്തോളം യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പിന്നെ ഭയങ്കര ക്ഷീണമായിരുന്നു, വയ്യാതെയായി. 6-ാം മാസം മുതൽ ബെഡ് റെസ്റ്റുമായി. ചിന്തകൾ പുറകിലേക്ക് പോയതും അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി പുറത്തേക്ക് ചാടി. ചിരിയോടെ തന്നെ അത് തുടച്ചു. ഡേറ്റ് ആവാൻ ഇനിയും ആഴ്ചകളുണ്ട്. പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല. കുഞ്ഞിന് അനക്കം അറിയുന്നില്ല. ആ ഓർമ്മ മനസ്സിലേക്ക് വന്നതും ഇശു കൈകൾ വയറിലേക്ക് വെച്ചു. ചെറിയൊരു മുഴക്കം അവിടെ അറിയുന്നുണ്ട്, ഒപ്പം ചെറിയ വേദനയും. നെറ്റിയിൽ കണ്ണുനീര് വന്ന് വീണതും ഇശു മുഖമൊഴുത്തി ഒന്ന് നോക്കി. അവളെ തന്നെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് രുദ്രൻ. ആ മുഖം ടെൻഷൻ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ഇച്ചാ, ഒന്നുമില്ലടാ. വേദനയുണ്ടോ? കണ്ണാ, ഒന്ന് വേഗം പോടാ. അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. പക്ഷെ അവളുടെ ഇടറിക്കൊണ്ടുള്ള ശബ്ദം കേട്ടതും അവൻ്റെ മുഖത്ത് ടെൻഷൻ അധികമായി. ഒന്നുമില്ലെന്ന് പറയണമെന്നുണ്ട്, കഴിയുന്നില്ല. നാവൊക്കെ തളർന്നു പോകുന്നു. വെള്ളമില്ലാതെ തൊണ്ടയൊക്കെ വറ്റി വരണ്ട പോലെ. ഇശു ദേവിയെ നോക്കി. ഇപ്പോഴും ആ ഇരുത്തം ഇരിക്കുവാണ്. ഇടയ്ക്കിടയ്ക്ക് കണ്ണുകൾ മാത്രം തുടക്കുന്നുണ്ട്. ഈ ലോകത്ത് കോടാനക്കൂടി ആളുകളില്ലേ? അവരൊക്കെ ജനിച്ചത് ഇങ്ങനെ തന്നെയല്ലേ? അമ്മ തന്നെ 4 മക്കളെ പ്രസവിച്ചിട്ടില്ലേ? എനിക്കൊന്നും പറ്റില്ല, നിങ്ങളൊന്ന് സമാധാനിച്ചിരിക്കുക. അവൾ മനസ്സിൽ ഓർത്തുകൊണ്ടിരുന്നു. നാവ് കൊണ്ട് പറയാൻ കഴിയുന്നില്ല. പെട്ടെന്നാണ് വണ്ടി ഒന്ന് പാളിപ്പോയി. ഇശുവിൻ്റെ ശ്രദ്ധ മുന്നിലേക്ക് നീങ്ങി. കണ്ണിലൊരു കുടം വെള്ളം നിറച്ചുകൊണ്ട് വണ്ടി ഓടിച്ചാൽ വണ്ടി കയ്യിൽ നിന്ന് പാളിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഈശോ ഒരു ചിരിയോടെ രുദ്രനെ നെഞ്ചിലേക്ക് ഒട്ടിക്കിടന്നു. ഒപ്പം അവൻ്റെ ഇടുപ്പിലൂടെ കൈയിട്ട് മുറുകെ പുണർന്നു. അവൾക്ക് ഒട്ടും വേദന സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണെന്ന് കരുതി രുദ്രൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. ഒന്നുമില്ല. രുദ്രൻ യേശുവിനെ നെറ്റിയിൽ ചുംബിക്കുന്നതിനൊപ്പം തന്നെ അവളുടെ വയറിൽ പതിയെ തലോടിക്കൊണ്ടിരുന്നു. വയറ്റിൽ കിടക്കുന്നവൻ്റെ രക്തത്തോട് ഭാര്യയ്ക്ക് വേണ്ടി മൗനമായി സംസാരിച്ചു കൊണ്ടിരുന്നു. അധികം വേദനിപ്പിക്കാതെ വന്നേക്കണേടാ. രുദ്രൻ്റെ കണ്ണുകൾ തോരുന്നില്ല. ഈ അവസ്ഥയിൽ ഇതുപോലെ അവൾ നെഞ്ചിൽ കിടന്നപ്പോൾ കരയാൻ പറ്റിയിരുന്നില്ല. പക്ഷേ ഇപ്പം ആകെ ഒരു പേടി. കണ്ണുനീര് നിൽക്കുന്നില്ല. ശരീരം നമുക്കൊരു വിറയൽ. ഒരു ജീവനല്ല ഈശ്വര, കുഴപ്പമൊന്നും ഇല്ലാതെ എനിക്ക് തരണേ. രുദ്രൻ്റെ ചുംബനവും അവൻ്റെ പുണരലുമൊക്കെ അവൾ അറിഞ്ഞു. ചുണ്ടിൽ മനോഹരമായ ചിരി വിടുന്നു. എത്ര വയ്യാതിരിക്കുമ്പോഴും ഇതുപോലെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു പിടിക്കാൻ ചുറ്റിനും ആളുകളുണ്ടെങ്കിൽ എന്തിനു പേടിക്കണം? സന്തോഷിപ്പിക്കുകയല്ലേ വേണ്ടത്? ചുണ്ടിൽ വിരിഞ്ഞ ചിരി മായാൻ അധിക സമയം വേണ്ടി വന്നില്ല. അടിവയറ്റിൽ നിന്നും കുത്തിത്തുളിയുന്നത് പോലൊരു വേദന. ശരീരത്തെ മൊത്തത്തിൽ ആ വേദന കാർന്നു നിന്നത് അവൾ അറിഞ്ഞു. ചെറിയ വേദനയായിരുന്നു നേരത്തെ സഹിക്കാൻ കഴിയുന്നത്. പക്ഷെ ഇപ്പോൾ വയ്യ. തലച്ചോറിനെ പോലും മരവിപ്പിക്കുന്ന തരത്തിലുള്ള വേദന. അമ്മ! ഈശു ഒന്ന് പുളഞ്ഞു. ദേവി യേശുവിൻ്റെ കാലിൽ നിന്ന് കൈകൾ മാറ്റിക്കൊണ്ട് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി. വേദന കൊണ്ട് കിടന്ന് പുളയുകയാണ്. സീറ്റിൽ നേരെ കിടക്കുമല്ലോ. രുദ്രൻ നെഞ്ചിൽ ചാരിക്കൊണ്ട് കാലുകൾ ദേവിയുടെ മടിയിലേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇശു മോളെ! അവളുടെ വേദന കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ മക്കൾ വേദന കൊണ്ട് പുളയുന്നത് കണ്ടിട്ടില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദേവി അവളുടെ വയറിൽ തലോടിക്കൊണ്ടിരുന്നു. ഇശു രുദ്രൻ്റെ മുഖത്തേക്ക് നോക്കി. കണ്ണുകളിൽ വെള്ളം നിറച്ച് കാഴ്ച മങ്ങുന്നുണ്ട്. കണ്ണു തുറക്കാൻ പറ്റുന്നില്ല. 2 കൈ കൊണ്ടും അവളെ വിടാതെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദന സഹിക്കാൻ കഴിയാതെ ഈശോ കീച്ചുകൊണ്ട് കടിച്ചു പിടിച്ചു. രുദ്രൻ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ആ കാഴ്ച നോക്കി. അവൻ നൽകുന്ന പ്രണയ നിമിഷങ്ങളുടെ അനുഭൂതി താങ്ങാൻ കഴിയാതെ അവനിടയിൽ കിടന്ന് ചുണ്ടുകളും പല്ലുകളും ആഴ്ത്തുന്ന പെണ്ണിന് അവന് ഓർമ്മ വന്നു. ആ ചുണ്ടുകളിലാണെന്ന് അവൾ വേദന കടിച്ചു പിടിക്കുന്നത്. രുദ്രൻ അവളെ 2 കൈ കൊണ്ടും മടക്കി പിടിച്ചു. ഒപ്പം കരയാനും പ്രാർത്ഥിക്കാനും കൂടെ ഇരിക്കാനും മാത്രമല്ലേ മറ്റുള്ളവർക്ക് കഴിയുകയുള്ളൂ. അല്ലാതെ ആ വേദനയിൽ പങ്കുചേരാൻ, ആ വേദനയെ ഏറ്റുവാങ്ങാൻ കഴിയില്ലല്ലോ. ദൈവന് 10 കുഞ്ഞുങ്ങളെ തന്നാലും ഇനിയില്ലെന്ന് ആ നിമിഷം അവൻ ഉറപ്പിച്ചു. മതി, ഇനിയില്ല. ഹോസ്പിറ്റലിലെത്തിയത് കണ്ണനിറങ്ങി ഡോറ് തുറന്നു. രുദ്രൻ യേശുവിനെ കയ്യിൽ കോരിയെടുത്തുകൊണ്ട് ഓടി. അവരുടെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ട് റോണയും നേഴ്സുമൊക്കെ പുറത്തുണ്ടായിരുന്നു. റോണ സാധാരണ വേഷത്തിലായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് മാൻഷനിലേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് കണ്ണൻ്റെ കോള് വന്നത്. യേശുവിനെ സ്ട്രക്ചറിൽ കിടത്തിയ ശേഷം അവർ അവളെ മുന്നോട്ട് കൊണ്ടുപോയി. യേശുവിൻ്റെ കയ്യിൽ പിടിച്ച് അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് രുദ്രനും ഞാനും കൂടെ വിളിക്കാം ഡോക്ടർ പറഞ്ഞതും രുദ്രൻ തലകുലുക്കി. നോട്ടൽ ലേബർ റൂമിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകുന്നവളിൽ മാത്രമായിരുന്നു. ലേബർ റൂമിൻ്റെ വാതിലടഞ്ഞതും രുദ്രൻ തളർച്ചയോടെ ചെയറിലിരുന്നു. അവൻ്റെ കൂടെ തന്നെ റോണയിരുന്നു. ദേവി പ്രാർത്ഥനയോടെ അടുത്ത ചെയറിലിരുന്നു. കണ്ണൻ ലേബർ റൂമിൻ്റെ വാതിലിനോട് ചേർന്ന് നിന്നു.